ആണെങ്കിൽ ഒരു കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കമാൻഡ്സിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമാൻഡ് പ്രോംപ്റ്റ് ടെർമിനൽ അത് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻട്രി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ലാബ് നിങ്ങൾ ഓൺലൈനിൽ എങ്ങനെയാ നിങ്ങൾ ചെയ്ത് നോക്കുവല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉബുണ്ടു ഉണ്ടോ? വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ സിസ്റ്റത്തിൽ വിൻഡോസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് ടെർമിനലിൽ ട്രൈ ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാനുണ്ട്. സുജിൻ, WSL എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ വിൻഡോസിന്റെ അകത്ത് ലിനക്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, WSL2 എന്ന് പറഞ്ഞിട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉബുണ്ടു കമാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റും വിൻഡോസിൽ. നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ടോ? മിസ് വല്ല ഓൺലൈൻ കമ്പൈലർ ഉണ്ടാവോ? സിസ്റ്റം ഇല്ല. എന്നാ ഓൺലൈൻ കമ്പൈലർ നിങ്ങളിത് ട്രൈ ചെയ്യുക. കാരണം ഇത് ജസ്റ്റ് കമാൻഡ് ടൈപ്പ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മതി. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് അല്ല. അല്ല മിസ്, അതുകൊണ്ടല്ല. നമുക്കിത് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? നമ്മുടെ കയ്യിൽ അതില്ലാത്തതിന്റെയാണ് ഒരു ഇഷ്യൂ. അപ്പൊ ഇതിലിപ്പോ ഞാൻ ട്രൈ ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ കുഴപ്പമില്ല മീൻസ്, നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇല്ലാത്തതിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ ഇതിപ്പോ ഞാൻ നോട്ട് ഷെയർ ചെയ്തിട്ട് ഇത് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ? ലാബ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതായത് ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേസിലോ അല്ലെങ്കിൽ സാറ്റർഡേ എന്തെങ്കിലും, ഏത് ഡേ, മൺഡേ ടു ഫ്രൈഡേ ആയാലും സാറ്റർഡേ ആയാലും പറയുവാണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്യാം. ഇത് റെഗുലർ സ്റ്റുഡൻസ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് മിസ്സിനെ അങ്ങനെ ഇൻഫോം ചെയ്യാം. ഇത് റെഗുലർ സ്റ്റുഡൻസ് ചെയ്ത് നോക്കി ഔട്ട്പുട്ട് കിട്ടിയതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നോട്ടാണെങ്കിലും ഷോർട്ടൺ ചെയ്ത നോട്ടാ, അതും ഒരുപാട് ഇല്ല. പോയിന്റ് വൈസ് ആയിട്ട് കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള കമാൻഡ്സും അതിന്റെ സ്പെസിഫിക്കേഷനും പഠിക്കാം, അത് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും നോട്ട് ഷെയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം. മിസ്, ഞാൻ സജിനായിരുന്നു. എനിക്ക് കോളേജിൽ വരല് പോസിബിൾ അല്ലല്ലോ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ഓൺലൈൻ കമ്പൈലർ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചേ. സജനയുടെ ഇത് ഞാൻ ചോദിക്കട്ടെ. ഓൺലൈൻ കമ്പൈലർ സജനക്ക് ലാപ്പ് ഉള്ളതല്ലേ? ഇല്ല മിസ്, ഓൺലി ഫോൺ. ലാപ്പ് ഇല്ലെങ്കിൽ അതിനെ ചോദിച്ചിട്ട് പറയാം. ഹന്ന ഉണ്ട് ഇവിടെ? ഹന്ന ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നോട്ട് ഷെയർ ചെയ്തിട്ട് അത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂലോ. പിന്നെ ട്രൈ ചെയ്യണത് ഓഫ്ലൈൻ ആയിട്ട് വരുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. സ്ക്രീൻ ഷെയർ ചെയ്തേക്കണത് ഓക്കെ ആണോ? എക്സ്പെരിമെന്റ് 1 എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ? ഫെമിലറൈസേഷൻ വിത്ത് ബേസിക് ലിനക്സ് പ്രോഗ്രാമിംഗ് കമാൻഡ്സ്. അത് ഏതൊക്കെയാണ്? ഇതോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോട്ട് ഓൾറെഡി ഷെയർഡ് ആണ്. ഇതിൽ ഫസ്റ്റ് എക്സ്പെരിമെന്റ്സിൽ ഒരു 12 കമാൻഡ്സ് വരുന്നുണ്ട്. PS, trace, GDB, strings, obj dump, nm, file, od, xxd, time, user and top. ഇങ്ങനത്തെ 12 കമാൻഡ്സും അതിന്റെ കുറച്ച് യൂസേജും ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കമാൻഡ് PS, പ്രോസസ് സ്റ്റാറ്റസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഏത് സ്റ്റെപ്പിലാണോ നമ്മൾ ആ ഒരു നിൽക്കുന്നത് അതിൽ കറന്റ് റണ്ണിങ് ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് PS എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രി ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് എല്ലാ പ്രോസസ്സിന്റെയും ഇത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ PS സ്പേസ് -e എന്ന് കൊടുക്കാം.
ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ, എല്ലാ പ്രോസസ്സിന്റെയും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ PS സ്പേസ് -EF എന്ന് കൊടുക്കാം. ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ്. അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ പഠിക്കണം, അതിന്റെ സ്പെസിഫിക്കേഷൻ അറിയണം. അതുപോലെ സിൻടാക്സും യൂസേജ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിന്റെ സിൻടാക്സ് ആണ്. അപ്പൊ PS എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കറന്റ് റണ്ണിങ് പ്രോഗ്രാമിനും PS സ്പേസ് -E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യാനും PS സ്പേസ് -EF എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ഓഫ് ഓൾ ദി പ്രോസസ് കിട്ടാനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ ട്രേസ് ആണ്. സിസ്റ്റം ട്രേസർ. ട്രേസർ സിസ്റ്റം മെയ്ഡ് ബൈ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ സിസ്റ്റം കോൾസ് വരും അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ട്രേസ്. ഓക്കെ. ട്രേസ് സ്പേസ് LS എന്ന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻ തരും. പിന്നെ വേറൊരു സിൻടാക്സ് ആണ് ട്രേസ് സ്പേസ് -P സ്പേസ് എന്ന് പറഞ്ഞിട്ട് P അങ്ങനെയല്ല കൊടുക്കേണ്ടത്. പ്രോസസ് ID ആണ്. പ്രോസസ് ID നമ്മൾ EVS PS എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ PS കൊടുക്കുകയാണെങ്കിൽ റണ്ണിങ് കിട്ടുള്ളൂ. പിന്നെ എല്ലാ പ്രോസസ് സ്പേസ് -C. അപ്പൊ അതിന്റെ ഇൻഫോർമേഷനിൽ നമ്മൾ ആ പ്രോസസ് ID ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പ്രോസസ് ID കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രോഗ്രാമിന്റെ സിസ്റ്റം കോൾ ട്രേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ട്രേസ് സ്പേസ് LS എന്ന് കൊടുത്താലും മതി. പിന്നെ അടുത്ത കമാൻഡാണ് GDB അല്ലെങ്കിൽ നമ്മൾ GNU ഡീബഗർ എന്നും പറയും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ പോർട്ടബിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് കമാൻഡ് ലൈൻ ആണ്. കമാൻഡ് ലൈൻ ടൂൾ ആണ് എന്ത് GNU ഡീബഗർ അല്ലെങ്കിൽ GDB എന്ന് പറയാം. അതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ GDB സ്പേസ് ./a.out എന്ന് കൊടുത്താൽ മതി. പിന്നെ അടുത്ത കമാൻഡ് ആണ് സ്ട്രിങ്സ്. സ്ട്രിങ്സിന് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യണം. ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമാൻഡ് ലൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വഴി നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ ടെക്സ്റ്റ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നിട്ട് നമ്മൾ സ്ട്രിങ്സ് സ്പേസ് നിങ്ങൾ കൊടുക്കുന്ന ആ ഫയൽ നെയിം .c എന്ന് കൊടുക്കുക. ഏത് എക്സ്റ്റൻഷൻ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ .c ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സ്ട്രിങ്സ് സ്പേസ് ജനറൽ ഫോമിൽ പറയുന്നത് സ്ട്രിങ്സ് സ്പേസ് ഫയൽ നെയിം .extension. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫയലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അത് ഡിസ്പ്ലേ ആവും. അതിനാണ് സ്ട്രിങ്സ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് കമാൻഡ് എന്ന് പറഞ്ഞാൽ OBJ ഡംപ് ആണ്. ഒബ്ജക്ട് ഫയൽ ഡിസ്അസംബ്ലർ. OBJ ഡംപ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അസംബ്ലി കോഡ് വ്യൂ ചെയ്യാനും ഒബ്ജക്ട് ഫയൽസ് അനലൈസ് ചെയ്യാനും റിവേഴ്സ് എഞ്ചിനീയറിംഗിലും ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത് OBJ ഡംപ് സ്പേസ് -D സ്പേസ് a.out. ഇത് നിങ്ങൾക്ക് ഇത് a.out കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ കൊടുത്ത ഫയൽ ഒരു ഫയൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം .extension. അപ്പൊ അതിൽ നിങ്ങൾക്ക് അതിന്റെ അസംബ്ലി കോഡ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. OBJ ഡംപ് ഒബ്ജക്ട് ഫയൽ ഡിസ്അസംബ്ലർ. നെക്സ്റ്റ് NM ആണ്, സിമ്പിൾ ടേബിൾ വ്യൂർ. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NM സ്പേസ് a.out. ഈ a.out കൊടുത്താൽ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. NM സ്പേസ് ഫയൽ നെയിം .extension കൊടുക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന്റെ അകത്തെ കണ്ടന്റിൽ നിങ്ങൾ എന്തെങ്കിലും വേരിയബിൾസ് യൂസ് ചെയ്യണം. ഇപ്പൊ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു വാല്യൂ നെയിം എന്നൊക്കെ പറഞ്ഞ് യൂസിങ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ നിങ്ങൾ അസൈൻ ചെയ്ത് അങ്ങനെ കൊടുക്കൂലേ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിൽ കൊടുക്കുന്നതിൽ അങ്ങനത്തെ ഫോം വേണം. അതിനെ നമ്മൾ സിമ്പിൾസ് എന്ന് പറയും. സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻസോ വേരിയബിൾസോ അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പൊ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു NM കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോ നിങ്ങൾ കൊടുക്കുന്ന ഫയലിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പൊ നേരത്തെ നമ്മൾ സ്ട്രിങ്സ് യൂസ് ചെയ്തല്ലോ. സ്ട്രിങ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ടെക്സ്റ്റ് കണ്ടന്റിന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ഫോർമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ സിമ്പിൾസ് ഫംഗ്ഷൻസോ വേരിയബിൾസോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും NM കമാൻഡ് യൂസ് ചെയ്ത്. പിന്നെ അടുത്ത കമാൻഡാണ് ഫയൽ.
നമ്മൾ ഏത് ടൈപ്പ് ഫയൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫയൽ. ഇത് ജസ്റ്റ് ഫയൽ സ്പേസ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ, അതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന്റെ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ജസ്റ്റ് ഫയൽ സ്പേസ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ കൊടുത്താൽ മതി. ഇനി അടുത്ത കമാൻഡ് ഓഡി, ഒക്ടൽ ഡംപ് എന്ന് പറയും. അതായത് നിങ്ങളിപ്പോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിലെ കണ്ടന്റിന്റെ അത് ഒക്ടലിലോ അല്ലെങ്കിൽ ഹെക്സലിലോ അല്ലെങ്കിൽ അസ്കി കോഡിലേട്ടോ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോം ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് ഓഡി സ്പേസ് -c സ്പേസ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ. ഓക്കെ, എന്താണോ കണ്ടന്റ് അത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒക്ടലിലോ ഹെക്സിലോ അസ്കി ഫോമിലോ ആയിരിക്കും. ഇനി അടുത്തത് XXD ആണ്, ഹെക്സാഡെസിമൽ ഡംപ്. ഇതില് നിങ്ങൾ ഫയലിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഹെക്സൽ ഫോർമാറ്റിലായിരിക്കും. അതിന്റെ സിന്റാക്സ് ആണ് XXD സ്പേസ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ. ഓക്കെ, XXD സ്പേസ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ ആണ് അതിന്റെ സിന്റാക്സ്. ദെൻ 10th കമാൻഡ് ടൈം ആണ്. എക്സിക്യൂഷൻ ടൈം മെഷർമെന്റ് മെഷേഴ്സ് ഹൗ ലോങ് എ കമാൻഡ് ടേക്സ് ടു റൺ. നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ടൈം സ്പേസ് LS. ഓരോ സിസ്റ്റത്തിലും ഓരോന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് കമാൻഡ് അത് റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം അത് എത്രയാണെന്ന് അറിയണമെങ്കിൽ ടൈം സ്പേസ് LS എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഫ്യൂസർ ഫയൽ അല്ലെങ്കിൽ യൂസർ പ്രോസസ് ഫൈൻഡർ ആണ്. അതായത് ഷോസ് ദ പ്രോസസ് യൂസിങ് എ ഫയൽ ഓർ പോർട്ട്. അതായത് ഇപ്പൊ ഒരു ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ടോ യൂസ് ചെയ്യുന്ന പ്രോസസ് യൂസ് ചെയ്യുന്ന പ്രോസസ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ആണ് ടോപ്പ് റിയൽ ടൈം പ്രോസസ് മോണിറ്റർ ഡിസ്പ്ലേ സിസ്റ്റം പ്രോസസ്. കറന്റ് ലൈവ് ആയിട്ടുള്ള ആ സിസ്റ്റത്തിലെ പ്രോസസ്സിന് ലൈവ് ആയതുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്വയം അത് ടൈപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ അതിന്റെ കമാൻഡ് ടോപ്പ് എന്നാണ്. ജസ്റ്റ് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ വരുന്ന നമ്മുടെ കുറച്ച് ലിനക്സ് കമാൻഡ്സ്. 12 കമാൻഡ്സ് ഉണ്ട്. അതിന്റെ ഒരു ഷോർട്ട് സമ്മറി താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടപ്പോൾ മനസ്സിലായി ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡും അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷനും ആണ്. അപ്പൊ അതുപോലെ പഠിക്കാം. പിന്നെ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഓഫ്ലൈൻ വരാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. പിന്നെ സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് proc file system to gather basic information about your machine. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സുകൾ ഉണ്ട്. ഇതിന്റെ 6 കമാൻഡ്സ് ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ proc file system എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർച്വൽ ഫയൽ സിസ്റ്റം ആണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ റിയൽ ടൈം ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അബൌട്ട് കേർണൽ ഹാർഡ്വെയർ റണ്ണിംഗ് പ്രോസസർ അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. So proc file system is a virtual file system that provides the real time information about the kernel, hardware and running processors ആണ്. അപ്പൊ ഏതൊക്കെയാണ് കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് നോക്കാം. അതിന് യൂസ് ചെയ്യേണ്ട കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്പർ ഓഫ് CPU കോഴ്സ് ആണ്. ഇപ്പൊ എത്ര നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ എത്ര CPU കോഴ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റില് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. GREP സ്പേസ് -C ഡബിൾ കോട്ട്സിൽ പ്രോസസർ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, സ്പേസ് /proc/CPU info. ആ സ്പേസ് ഇട്ടില്ലെങ്കിൽ റൺ ആവുന്നതല്ല. അപ്പൊ ഒരു സ്പേസ് ഉള്ളിടത്ത് ഒരു സ്പേസ് തന്നെ കൊടുക്കണം. 2 സ്പേസ് അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ കൊടുത്തപ്പോഴൊന്നും ഔട്ട്പുട്ട് വന്നില്ല. അപ്പൊ GREP സ്പേസ് -C ഡബിൾ കോട്ട്സിൽ പ്രോസസർ /proc/CPU info. അപ്പൊ എത്ര നമ്പർ ഓഫ് CPU കോഴ്സ് ഉണ്ടെന്ന് അത് ഡിസ്പ്ലേ ചെയ്യും. ഒരു കുറച്ച് എണ്ണായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മെമ്മറി ആൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ഫ്രീ മെമ്മറി ഡിസ്പ്ലേ ചെയ്യാൻ. ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ മെമ്മറിയും അതുപോലെ ഫ്രീ മെമ്മറി എത്രയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് GREP സ്പേസ്
mem total space slash proc slash mem ക്ലിയർ ആവുന്നില്ല മാം. എവിടെ ഇപ്പോഴാണോ കട്ടായത്? ആ ഇപ്പൊ ഓക്കെ. അപ്പൊ ടോട്ടൽ മെമ്മറിയും അതുപോലെ ഫ്രീ മെമ്മറിയും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് GREP സ്പേസ് മെം ടോട്ടൽ സ്പേസ് സ്ലാഷ് പ്രോ സ്ലാഷ് മെം ഇൻഫോ. ഇതിൽ മെം ടോട്ടൽ മെം ഫ്രീയിലെ എമ്മും ടിയും എമ്മും എഫ് ഒക്കെ ക്യാപിറ്റൽ ആയിരിക്കണം, കൊടുത്തതുപോലെ തന്നെ ആയിരിക്കണം. സ്മോൾ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് നമ്പർ ഓഫ് പ്രോസസ് കറന്റ് റണ്ണിങ്. ഇപ്പൊ ആ സിസ്റ്റത്തിലെ എത്ര നമ്പർ ഓഫ് പ്രോസസ് കറന്റ് റണ്ണിങ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് യൂസ് ചെയ്യുക. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ്, ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും അത് പഠിക്കണം. LS സ്പേസ് -D സ്പേസ് സ്ലാഷ് പ്രോക്ക് സ്ലാഷ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0-9 സ്റ്റാർ ക്ലോഷർ, അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് സ്ലാഷ് ഇട്ടിട്ട് പിന്നെ സ്പേസ് കഴിഞ്ഞ് WC സ്പേസ് -L ആണത്, 1 അല്ല -L ആണ്. അപ്പൊ കറന്റ്ലി റണ്ണിങ് ആയിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് കമാൻഡ്. അതങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള കമാൻഡ് ആണ്, അതങ്ങനെ തന്നെ പഠിക്കുക, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ദെൻ ഫോർത്ത് ആണ് നമ്പർ ഓഫ് പ്രോസസ് ഇൻ റണ്ണിങ് ആൻഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി റണ്ണിങ് സ്റ്റേറ്റിലും ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലുള്ള പ്രോസസ്സിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് GREP സ്പേസ് /proc/stat എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പ്രോസസ്സ് റണ്ണിങ് എത്രയാണെന്നും പ്രോസസ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലാണെന്നുള്ളത് ഇത് കാണാം. സ്പേസ് /proc/proc/ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. എത്ര നമ്പർ ഓഫ് പ്രോസസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇനി ലാസ്റ്റത്തെ കമാൻഡ് ആണ് നമ്പർ ഓഫ് കോണ്ടെക്സ്റ്റ് സ്വിച്ചസ് സിൻസ് ലാസ്റ്റ് ബൂട്ട് ഫോർ എ പെർട്ടിക്കുലർ പ്രോസസ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചസ് നിങ്ങളുടെ OS തിയറി എവിടെ വരെ ആയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതില് നിങ്ങൾ CPU-ല് ഇപ്പൊ കറന്റ്ലി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും ഒരു ടാസ്ക് പ്രോസസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അത് അവിടെ സ്വിച്ച് ചെയ്തിട്ട് ആ സ്റ്റേറ്റിനെ എന്നിട്ട് അവിടെ സേവ് ചെയ്ത് അടുത്ത ഒരു ടാസ്ക് അവിടെ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം പ്രോസസ് ID ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്രോസസ് ID ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് PID-OFF-. PID-OFF സ്പേസ് ഉണ്ട്, എന്നിട്ട് ബാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, PID-OFF സ്പേസ് കൊടുക്കാം ബാഷ്. ഇനി അപ്പൊ നമുക്കൊരു പ്രോസസ് ID കിട്ടും. ആ പ്രോസസ് ID ആണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചസ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ആംഗിൾ ബ്രാക്കറ്റിൽ PID എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ആ പോർഷനിൽ. ഇപ്പൊ GREP സ്പേസ് CTXT സ്പേസ് /proc/ /status. അപ്പൊ അതില് വോളണ്ടറി നോൺ വോളണ്ടറി കോണ്ടാക്ട് സ്വിച്ചസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ കൗണ്ട് നമുക്ക് കിട്ടും. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് വില്ലിംഗ്ലി ഗീവ്സ് അപ്പ് ദ CPU. നോൺ വോളണ്ടറി എന്ന് പറഞ്ഞാൽ പ്രീഎംപ്റ്റഡ് ബൈ ഷെഡ്യൂളറും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഈ OS തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷെഡ്യൂളിങ്ങും പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് കമാൻഡിൽ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്രോസസ് ID ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം കോണ്ടാക്ട് സിന്റാക്സ് യൂസ് ചെയ്താൽ മതി. GREP സ്പേസ് CTXT സ്പേസ് /proc/ പ്രോസസ് ID then /status. ഇത് നിങ്ങൾക്ക് കുറച്ച് ഫിക്സഡ് കമാൻഡ് ആണ്, ഇതങ്ങനെ പഠിക്കുക. പിന്നെ ഇത് നിങ്ങൾ മോസ്റ്റ്ലി വൈവയ്ക്കാണ്, ഇപ്പൊ റെഗുലർ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞങ്ങളിത് വൈവയ്ക്കാണ് കൂടുതലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് 3 എക്സ്പെരിമെന്റ്സ് ഓൾമോസ്റ്റ് അങ്ങനെയാണ്. പിന്നെ കുറച്ചുകൂടി വലിയ കോഡ് വരുന്നത് അടുത്ത എക്സ്പെരിമെന്റ്സിലാണ്. ഇതിലിപ്പോ ചെറിയ കുറച്ച് കമാൻഡ്സ് ആണ് വരുന്നത്. ഇപ്പൊ 12ഉം 6ഉം കമാൻഡ്സ് വീതം ഉണ്ട് 2 എക്സ്പെരിമെന്റ്സിലും.
പിന്നെ ഓഫ്ലൈൻ ആയിട്ട് വരുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഓഫ്ലൈൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ എല്ലാം ട്രൈ ചെയ്യാം. റെഗുലർ സ്റ്റുഡൻസ് 1 അവറിനുള്ളിൽ 2 എക്സ്പെരിമെന്റ്സും കംപ്ലീറ്റ് ചെയ്തതാ. അവർക്ക് ഔട്ട്പുട്ടും കിട്ടിയായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാം, ഞാൻ വൈകിയാണെന്ന് ജോയിൻ ചെയ്തത്. ഒന്ന് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞുതരാമോ? ഇത് നമ്മൾ ഇത് ഉബണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യണത്. നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടില്ലേ? കമാൻഡ് പ്രോംപ്റ്റിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇലക്ട്രോണിക്സ് ബേസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ, ഇലക്ട്രിക്കൽ ബേസ് ആയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് തുടക്കുന്നുണ്ടെങ്കിൽ വേണം. ഇതിപ്പോ 2 എക്സ്പെരിമെന്റ്സ് ചെറുതാ, കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള കമാൻഡ്സാ. അതിന് അതിൻ്റെതായ കുറച്ച് സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പൊ അത് ഏതാണെന്ന് ജസ്റ്റ് പറഞ്ഞ് അതിന്റെ ആ കമാൻഡ് എങ്ങനെയാണെന്നും അതിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് ഉബണ്ടുവിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കമാൻഡ് പ്രോംപ്റ്റിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ചില കമാൻഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലെ ഒരു കണ്ടന്റ് വേണം. ഇപ്പൊ സ്ട്രിങ്സ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യണത് ഒരു ഫയലിലെ ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാ. അപ്പൊ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അഡീഷണലി. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങള് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് യൂട്യൂബ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് തരുമോ? കാരണം അത് ഞങ്ങളിപ്പോ റെഗുലർ പിള്ളേരെ ചെയ്യിപ്പിച്ചത് നമ്മുടെ ലാബിലെ സിസ്റ്റത്തിലെ ഉബണ്ടുവിലാണ്. അല്ലെങ്കിൽ ഓൺലൈൻ കമ്പൈലറിലും ഇത് പോസിബിൾ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് ഒന്നാമത് നിങ്ങളുടെ 2024 സ്കീമിലെ ഫസ്റ്റ് എക്സ്പെരിമെന്റ്സ് ആ. പ്രീവിയസ് 2 സ്കീമിലും ഈ എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നില്ല. 2015 സ്കീമില് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലാബേ ഇല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബേ ഉണ്ടായിരുന്നില്ല 2015 സ്കീം. 2019 സ്കീമിൽ OS ലാബ് വന്നെങ്കിലും ഈ എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സിലബസ് എല്ലാം മാറി. ഈ എക്സ്പെരിമെന്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ